കർത്താവായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യൂട്യൂബിലൂടെ ദൈവിക സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറിയെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുവാൻ കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 3:11 വാക്യം, ഞാൻ വേഗത്തിൽ വരുന്നു, നിന്റെ കിരീടം എടുക്കാതിരിപ്പാൻ നിങ്ങൾക്ക് ഉള്ളത് പിടിച്ചുകൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഓരോ സഭകളെ കുറിച്ച് ഓരോ ദൂതുകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞാൻ വേഗത്തിൽ വരുന്നു. കർത്താവായ ദൈവം പറയുകയാണ്, ഞാൻ വേഗത്തിൽ വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തിനാണ് അങ്ങനെ പറയുന്നത്? ഞാൻ വേഗത്തിൽ വരികയാണ്. ഈ ദിനങ്ങളിൽ കർത്താവിൻ്റെ കാഹള ശബ്ദം കേൾക്കുവാൻ നാം ഒരുങ്ങി നിൽക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നാം വിശുദ്ധിയോട് നമ്മൾ ജീവിക്കണം. ഹല്ലേലൂയ. ലോകപരമായി ഒരിക്കലും ഇഴകിച്ചേരുവാൻ നമ്മൾ പോകരുത്. കർത്താവായ ദൈവം നമ്മളെ വേർവിട്ട് മാറ്റി നിർത്തിയിരിക്കുന്നത് കർത്താവിന് വേണ്ടി നിൽക്കുവാനാണ്, കർത്താവിനെ പ്രസാദിപ്പിക്കുവാനാണ് കർത്താവായ ദൈവം നമ്മളെ ഒരുക്കിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ വചനങ്ങൾ വായിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ ആദ്യ സ്നേഹം എന്നിൽ നിന്ന് വിട്ടുപോയി. പ്രൈസ് ദി ലോർഡ്. നാം കർത്താവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ ദൈവിക സ്നേഹത്താലും ഹല്ലേലൂയ നാം ഉറച്ചു നിൽക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഹല്ലേലൂയ. വിശുദ്ധിയോട് ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നല്ല പോർ പൊരുതി, ഞാൻ ഓട്ടം തികച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നല്ല പോർ പൊരുതണമെങ്കിൽ ദൈവത്തിൻ്റെതായ ഉപദേശങ്ങൾ അനുസരിച്ച്, ദൈവത്തിൻ്റെ പല ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിച്ചുകൊണ്ട് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് നല്ല പോർ പൊരുതാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം ശൂന്യമായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഇവിടെ കർത്താവായ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? ആ ആഗ്രഹത്തിന് ഒത്തവണ്ണം നമ്മൾ ജീവിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനത്തിൽ തന്നെ പറയുന്നുണ്ട്, ആദ്യവും നീതി രാജ്യവും അന്വേഷിപ്പീൻ, അതോടെ സർവ്വതും നിങ്ങൾക്കും ലഭിക്കും. നാം ആദ്യം നീതിയും രാജ്യവും അന്വേഷിക്കണം. നാം ഏതെല്ലാം നിലവാരങ്ങളിലൂടെ കടന്നു പോയാലും ദൈവ പൈതലെ അവിടെ ദൈവമേ എന്നുള്ളതായ ചിന്ത മനോഭാവം നമുക്കുണ്ടായിരിക്കണം. നാം ദൈവത്തെയാണ് വിളിക്കുന്നതെന്നുള്ളതായ ഒരു ചിന്ത നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 നാം മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ ദൈവം നടത്തുവാൻ തക്കോണം ഇടയായിട്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യവും നീതി രാജ്യവും അന്വേഷിപ്പീൻ. അപ്പോൾ സർവ്വതും നമ്മൾ അന്വേഷിക്കുമ്പോൾ കർത്താവായ ദൈവം നമുക്ക് മറുപടി തരും. ഹല്ലേലൂയ. നന്മ തരും. അത് അവിടെ നിൽക്കട്ടെ. ദൈവം രണ്ടാമത്തതാണ് നന്മ. അത് നമുക്ക് ദൈവം നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ദൈവം നമുക്ക് നന്മ തരും. എന്നാൽ ഈ നന്മ കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്താണ്? നമുക്കൊരു കിരീടമുണ്ട്, ഒരു വാഗ്ദത്ത കിരീടം. ദൈവം നമുക്ക് തന്ന ഒരു വാഗ്ദത്ത കിരീടമുണ്ട്. അത് പ്രാപിക്കുവാൻ തക്കവണ്ണം നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരുക്കമുണ്ടെങ്കിൽ മാത്രമേ ആ വാഗ്ദത്തമായ കിരീടം നമുക്ക് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അത് ഒരിക്കൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതിനെ പിടിക്കുവാൻ തക്കവണ്ണം നാം തയ്യാറായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്, ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 3:11 പറയുന്നത്, ഞാൻ വേഗത്തിൽ വരുന്നു, നിന്റെ കിരീടം എടുക്കാതിരിപ്പാൻ നിങ്ങൾക്ക് ഉള്ളത് പിടിച്ചുകൊള്ളുവിൻ. അപ്പോൾ ദൈവം തന്നിരിക്കുന്നതായ ആ വാഗ്ദത്തമായ ജീവകിരീടം നമ്മൾ അത് പ്രാപിക്കാൻ തക്കവണ്ണം നമ്മൾ ഒരുങ്ങിയിരിക്കണം. നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുവാനല്ല, അത് നമ്മൾ പ്രാപിക്കുവാൻ തക്കവണ്ണം നമ്മൾ യോഗ്യരായി മാറേണ്ടത്
ഏറ്റവും ആവശ്യം. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, വിശുദ്ധനാകുന്നവൻ വിശുദ്ധനാകട്ടെ, അഴുക്കാകുന്നവൻ അഴുക്കാകട്ടെ. അപ്പോൾ വിശുദ്ധിയോട് ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വാഗ്ദത്തമായ കിരീടം പ്രാപിക്കാൻ തക്കവണ്ണം നമുക്ക് ഹല്ലേലൂയ അർഹതയുള്ളു. അതുകൊണ്ട് ആ കിരീടം നഷ്ടപ്പെട്ടു പോകാതെ ദൈവസന്നിധിയിൽ നമുക്ക് ഉറപ്പോടെ നമുക്ക് മുന്നോട്ട് പോകാം. അതുകൊണ്ടാണ് കർത്താവാ ദൈവം പറഞ്ഞാൽ വേഗം വരുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവാ ദൈവം ഒട്ടും താമസിയാതെ അതിവേഗത്തിൽ കടന്നു വരുമ്പോൾ ദൈവ പൈതലേ, നമുക്കുള്ള വാഗ്ദത്തം നഷ്ടപ്പെട്ടു പോകാതെ അതിനെ പിടിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. കർത്താവായ ദൈവം വരുമ്പോൾ ഹല്ലേലൂയ കർത്താവിനോട് ചേരുവാൻ, കർത്താവിനോടൊപ്പം നമുക്ക് ആയിരിക്കുവാൻ തക്കവണ്ണം നമുക്ക് ആഗ്രഹത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാം. അതുകൊണ്ട് ഈ വാഗ്ദത്തമായ കിരീടം നഷ്ടപ്പെട്ടു പോകാതെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ നമുക്ക് സൂക്ഷിക്കാം, നമുക്ക് പരിപാലിക്കാം. ഈ തിരുവചനങ്ങളാൽ കർത്താവാ ദൈവം നമ്മൾ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.